വിശുദ്ധ തിരുവചനവുമായിട്ട് I'm standing once again before you with the scriptures. ഇപ്രാവശ്യം അധികം ഞാൻ നീട്ടത്തില്ല. I am not planning to extend my message. എനിക്കറിയാം സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന്. I understand that time is running short. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിശേഷിച്ച് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. I especially request all the children and young people to listen to me carefully. എന്നെ സംബന്ധിച്ച് ഒരു പ്രസംഗം പ്രസംഗിച്ച് അടുത്ത പ്രസംഗം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പാടുള്ള കാര്യമാണ്. It is especially taxing to give two messages back to back. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. So let us come together to the presence of the Lord. നമ്മൾ ആയിരിക്കുന്ന ലോകം ഒരു വല്ലാത്ത ലോകമാണ്. We are living in a very difficult world. പ്രത്യേകിച്ച് നമ്മൾ ICPFന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ കേൾക്കുവാനിടയായി തീർന്നല്ലോ. We have heard about the activities of ICPF. ICPF പോലുള്ളതായ സംഘടനകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, ടീനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവർ വല്ലാത്ത സ്ട്രഗിൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ പിടിച്ച ലൈഫാണ്. അതായത് എന്ത് ലോകം ചെയ്യണമെന്ന് പറയുന്നത് സഭ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ അതിനെ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു മോൾഡിങ് പ്രൊസീജിയർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതുപോലുള്ള സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ICPF and many such organizations which work among young people have a very difficult job, that they are very difficult thing to do these days, because whatever the world says is permissible, the church says is not right, and so it is very difficult to bring the young people to that state of mind where they accept the faith. നമ്മുടെ സഭകളൊക്കെ യൗവനക്കാരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം നാം തിരിച്ചറിയണം. We must understand that it's a time when many young people are dropping from the faith. സോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ അവർ പ്രയത്നിക്കുന്ന പ്രയത്നങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for all the activities that they do to sustain the young people in the faith. അവർ ചെയ്യുന്ന പ്രവർത്തനവുമായി ചെറിയ സാമ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം കൂടെ പറയുവാനിടയായത്. What we are doing here is similar to something that they do, and which is why I mentioned their activities. നമ്മെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്തൊരു ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Our children are living in a very strange world. നമ്മൾ വളർന്നൊരു സാഹചര്യമല്ല നമ്മുടെ തലമുറകൾക്കുള്ളതെന്ന് നാം തിരിച്ചറിയുന്നു. The circumstances in which we grew up are completely different to what our children are facing today. നമ്മൾ ഒരു സമൂഹത്തെ ഭയപ്പെട്ടിരുന്നു, കുടുംബത്തെ ഭയപ്പെട്ടിരുന്നു, പേരൻസിനെ ഭയപ്പെട്ടിരുന്നു, ഒരു സമൂഹത്തെ നമ്മുടെ നാടിനെ പോലും ഭയപ്പെട്ടിരുന്നു, അല്ലേ? നമ്മുടെ നാട്ടിൽ കൂടെ എങ്ങനെ പോയാലും ചോദിക്കുക, ഇന്നടത്ത് ഇന്നയാടെ മോനല്ലേ ചോദിക്കും. നമ്മുടെ ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ ചോദിക്കും. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറി വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. We used to fear our community, we used to fear our family, we used to fear people around us, and most people in a 5-kilometer radius around our home used to know who we are. But our children here are facing a completely different set of circumstances. പാപം ചെയ്യാനുള്ള സാഹചര്യവും നമുക്ക് കുറവായിരുന്നു. And the opportunities to sin were much lower for us. ശരിയല്ലേ? പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളും നമ്മൾ വളർന്നപ്പം കുറവായിരുന്നു. Opportunities to sin were much lower when we were growing up. അല്ലേ? പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറി ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. But today times have changed. പാപം ചെയ്യാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ, അല്ലേ, അത് വർദ്ധിക്കുവാനിടയായി തീർന്നു. And opportunities to sin have multiplied for people living in this period. പണ്ടൊക്കെ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്ന് പറഞ്ഞ പല സംഭവങ്ങളും ഇന്ന് വളരെ കാഷ്വൽ രീതിയിൽ, പ്രത്യേകിച്ച് വളരെ നോർമലായി മാറുവാൻ തക്കവണ്ണമിടയായി. Many things that we consider to be improper and shameful are now considered normal. ശരിയാണോ ഞാൻ പറയുന്നത്? Am I right? ഈ സഭയുടെ പ്രത്യേകത അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. And that is where we must recognize how truly special the church is. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കോംപ്ലിക്കേറ്റഡ് ആയ വേൾഡിൽ നമ്മൾ പ്യൂരിറ്റിയോടെ, മലയാളം എന്താണ്, പവിത്രതയോടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. So my topic today is how can we remain pure in this world. Praise the Lord. വിശുദ്ധ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകം നമുക്ക് വചനം പറയുന്നുണ്ട്, ലോകം നമുക്ക് അനുകൂലമല്ല എന്ന് പറയുന്നുണ്ട്. The Lord Jesus himself said that the world stands against us. 1 തെസ്സലോനിക്കരുടെ ലേഖനം book of 1 Thessalonians 4-ാം അധ്യായം chapter 4 അതിന്റെ 3 മുതലുള്ള വേദഭാഗങ്ങൾ, verse 3 onwards.
മതിയല്ലേ? ശ്രദ്ധിക്കുക, എൻ്റെ പോയിന്റ് ഇതാണ്. ഗാഡ് കോൾ us ടു ബി ഹോളി ആൻഡ് പ്യുവർ. ദൈവം നമ്മെ എന്താണ് വിശുദ്ധിയിലേക്ക് എന്താണ് ഹോളി ആയിരിക്കുവാൻ, പ്യുവർ ആയിരിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. God has called us to be holy and to be sanctified. ഇവിടെ പറയുന്നത് നിങ്ങൾ കേട്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടമോ എന്താണ്? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഒഴിയണം. We read, for this is the will of God, your sanctification, that you should abstain from sexual immorality. പ്രൈസ് ദി ലോർഡ്. ഹലോ, Hallelujah. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? Do you understand me? ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പന്നനാകുക എന്നുള്ളതല്ല. God does not desire that you be rich. നമ്മൾ ആരോഗ്യമുള്ളവനായിരിക്കുക എന്നുള്ളതുമല്ല. He does not desire that you be healthy. നമ്മൾ തെറ്റിയോ അല്ലേ? എവിടെ തെറ്റിയോ എന്ന് തോന്നും അല്ലേ? നിങ്ങൾക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനുണ്ട്, ലാസർ. Have you heard of a man called Lazarus from the Bible? ലാസറിൻ്റെ സ്റ്റോറി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? Has anyone heard of the story of Lazarus? ഹലോ, അത് ലാസറിൻ്റെ, ഞാൻ നിങ്ങൾ പറഞ്ഞതാണ് എനിക്കറിയത്തില്ല, ലാസറിൻ്റെ പ്രാർത്ഥന കേട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. I do not see anywhere that the Lord heard the prayer of Lazarus. ലാസർ രോഗിയായിരുന്നു. Lazarus was a sick man. ആണോ അല്ലയോ? Yes or no? അദ്ദേഹത്തിൻ്റെ വ്രണത്തിൽ കൂടെ പുഴുക്കൾ വെളിയിലേക്ക് ചാടിയെന്നാണ് പറയുന്നത്. And we read that worms were coming out of his gaping wound. ആയിരുന്നു അല്ലയോ? Yes or no? ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ച് കാണത്തില്ലേ, കർത്താവ് എന്നെ ഒന്ന് സൗഖ്യമാക്കണമെന്ന്? ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ച് കാണുമല്ലയോ? He might have prayed at least once in his life, Lord heal me. പക്ഷേ തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. But the Lord did not hear his prayer. മരണം വരെ ആ മുറിവിൽ നിന്ന് എന്താണ് പുഴുക്കൾ വമിച്ചുകൊണ്ടേയിരുന്നു. And even till the point of his death, worms were coming out of his wound. മരണ ശുശ്രൂഷയ്ക്ക് ആശീർവാദം പറയാൻ ഒരു പാസ്റ്ററും ഉണ്ടായിരുന്നില്ല. And perhaps no pastor was available. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ല മുനിസിപ്പാലിറ്റിക്കാരെ എടുത്തുകൊണ്ട് പോയി കാണാം ഡെഡ് ബോഡി പോലും. Perhaps no pastor was available to conduct his funeral service. In our terms, perhaps his funeral might have been conducted by the council. പക്ഷേ അദ്ദേഹം സ്വർഗത്തിലെത്തി. But he reached the heaven. ഹലോ, Hallelujah. നമ്മളെ സമ്പന്നനാക്കുകയോ നമ്മളെ എന്താക്കുക മാറ്റുകയോ നമ്മളെ ധനികനാക്കുകയോ ആരോഗ്യവാനായ മനുഷ്യനാക്കി മാറ്റുകയോ അല്ല സുവിശേഷത്തിൻ്റെ ദൗത്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വചനമെന്ന് പറയുന്നത്. അതൊക്കെ കിട്ടുകയാണെങ്കിൽ സ്വതന്ത്രം ചെയ്ത് വാങ്ങിച്ചു, എനിക്ക് ആ വിരോധവുമില്ല. പക്ഷേ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നൊരു വിഷയമുണ്ട്. വായിച്ചോ? നമ്മുടെ 1 തെസ്സലോനിക്കർ 4:3 വായിച്ചാൽ മോനെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. The mission of the gospel is not to make you rich or wealthy or healthy, but rather what God desires is our sanctification. ഹല്ലേലൂയ. സമ്പത്ത് കിട്ടത്തില്ലെന്നല്ല പറഞ്ഞത്, ആരോഗ്യം കിട്ടത്തില്ലെന്നല്ല. നിങ്ങൾ വിഷമിക്കേണ്ട ആ വിഷയത്തിൽ. കിട്ടുക, നിങ്ങൾ സ്വതന്ത്രം ചെയ്ത് ചോദിച്ചു, മനസ്സലിഞ്ഞ് കർത്താവ് തരികയാണെങ്കിൽ വാങ്ങിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ദൈവം നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം നിങ്ങളുടെ ശുദ്ധീകരണം, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം. I'm not saying that you will not be rich. I'm not saying you will not be healthy. In fact, if the Lord blesses you, please accept it in praise and prayer. But what I'm saying is the will of God is that we must abstain from sexual immorality. 5 പോയിന്റുകൾ ഉണ്ടെങ്കിലും ഒരു പോയിന്റിൽ അവസാനിപ്പിക്കുക, കാരണം 5 മിനിറ്റ് കൂടെ ഉള്ളൂ എനിക്ക്. I want to speak about 5 different points, but I'm restricting myself to just this one. ഒന്നാമത്തെ പോയിന്റിൽ മാത്രം നിന്ന് പറയാം. ജോസഫിനെ നമുക്കറിയാം. ജോസഫിനെ we've read about Joseph. അനുഗ്രഹം പ്രാപിക്കാനാണെങ്കിൽ ജനനം മുതൽ അനുഗ്രഹം പ്രാപിക്കേണ്ടവൻ ആര്? അല്ലെങ്കിൽ എന്താ പറയുന്നത്, കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ അനുഗ്രഹം പ്രാപിക്കേണ്ടവനാണ് ആര്? ജോസഫ്. If you look closely, Joseph, if anyone deserved to be blessed, then it was Joseph. From the moment of his birth, or perhaps from the moment he came to the faith, he deserved blessings. പക്ഷേ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയത് എന്തൊക്കെയാ? But what did he get in life? സഹോദരന്മാരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തി. He was rejected by his brothers. പൊട്ടക്കിണറിന്റെ അനുഭവം. He was dropped into a cistern. പിന്നെ അവിടെ കൊണ്ട് അവസാനിച്ചോ? പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വിൽക്കപ്പെടുന്ന സാഹചര്യങ്ങൾ. He was sold as a slave. വീണ്ടും ഒരു ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞ പോലെ ഒരു വീട്ടിൽ അല്പസമയം വന്നു. And he was sent as a domestic servant in a household. അവിടെ ഒരല്പം ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചുവെങ്കിലും പിന്നീട് അവിടെ നിന്നും തള്ളപ്പെടുന്ന ഒരു സാഹചര്യം.
അല്പം ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്നും താൻ കാരാഗൃഹത്തിലേക്ക് പോയി. He thought this was a place this was an all right place, but even there he ended up in prison. സോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടക്കുന്നുണ്ട്. ജോസഫ് പാപത്തെ വിട്ട് ഓടുവാനൊക്കെ വേണം ഇടയായി. But there is something that happens in between this place and prison where Joseph rejected an opportunity to sin. ഹലോ, പാപത്തെ വിട്ടോടാൻ അത്ര എളുപ്പമാണ് എനിക്ക് തോന്നുന്നില്ല. I'm not saying that it is easy to reject sin. നമുക്ക് പ്രസംഗിക്കാം, പാപത്തെ നമ്മൾ വിട്ടോടണം എന്നൊക്കെ പ്രസംഗിക്കാം, എഴുതാം, പറയാം. പക്ഷെ പാപത്തെ വിട്ടോടുക എന്ന് പറഞ്ഞാൽ ഈസ് സംതിങ് ലൈക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന പലതിനെയും പറിച്ചു മാറ്റുന്ന ഒരു സ്ട്രഗിളാണ് ഈ പാപത്തെ വിട്ടോടുക എന്ന് പറഞ്ഞാൽ. It is very easy to preach and to say and write reject sin, but it is very difficult to actually put it into practice, because many a time when you are rejecting sin, you are rejecting a whole aspect of your body. ജോസഫ് അവിടെ പാപം എന്താണെന്ന് രേഖപ്പെടുത്തി നിങ്ങൾ പിന്നീട് വായിക്കുക. തൻ്റെ ജീവിതത്തിൽ വന്ന പ്രലോഭനം, ആ പാപം ഒരിക്കലും തനിക്ക് ദോഷം ചെയ്യത്തില്ല. ആ പാപം ചെയ്യുന്നത് മുഖാന്തരം ആ കുടുംബത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും അല്ലേ, കൂടുതൽ ആധിപത്യം ലഭിക്കുകയും അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ സന്തോഷങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്ന ഒരു പാപം. പക്ഷേ ദൈവത്തിന് വിരുദ്ധമാണ് എന്ന് കേട്ടപ്പോൾ അതിനോ നോ പറയാൻ തനിക്ക് സാധിച്ചു. അതിന് പറയുന്ന പേരാണ് ആത്മീയൻ എന്ന് പറയുന്നത്. So if Joseph had taken up the opportunity to sin, perhaps he might have been able to increase his influence and power and authority in that household. But yet he rejected that opportunity to sin and demonstrated himself to be a spiritual person. വെള്ളയോട് പിട്ടോനെയും വീശ പഠിച്ചവരെയും എന്താണ് ഈ ഓർണമെന്റ്സ് എടുത്തവരെയും ഒക്കെ നമ്മൾ വിശുദ്ധരെന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശുദ്ധി കർത്താവെന്ന് നോക്കിയാൽ സഭയുടെ 7 അയലോകത്ത് പോലും കർത്താവ് നമ്മെ അടുപ്പിക്കത്തില്ല. ഓർത്തോണേ, വിശുദ്ധനെന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയാണ്. അത് പ്രൂവ് ചെയ്യേണ്ടത് മനുഷ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണ്. അത് ഈ ദിവസങ്ങളിൽ വ്യക്തമായി തിരിച്ചറിയുവാനൊക്കെ വേണം ഇടയായി തീരുകയാണ്. You might be clean shaven, you might be wearing a white dress, but if the Lord looks to your mind, he might not see a pure heart. And when you come to the Lord, you must come to him with a purity of heart. ഞാൻ ചോദിക്കട്ടെ, അവസാനിപ്പിക്കുക, സമയമായല്ലോ. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? നമുക്ക് വേണ്ടി നാം പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. I want to ask you today, have you rejected anything in your life for the sake of the Lord? We have rejected many things for our own comforts, but have you rejected anything for the sake of the Lord? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും, ഇത് ഞാൻ ചെയ്താൽ എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരും, എനിക്ക് ഇത് വേണ്ട എന്ന് മാറ്റി വെക്കാൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? Have you ever had the opportunity to reject anything for the sake of the name of the Lord rather than for yourselves? ഉണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്നത് എന്തൊക്കെയാണ്. ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളത് ഞാൻ പറയാം. ഞാൻ നേരത്തെ താടി വെക്കുമായിരുന്നു, പിന്നെ താടി വെച്ചില്ല, പിന്നെ എടുത്ത് കളയുമായിരുന്നു, പിന്നെ സ്വർണ്ണം ഊരി കളഞ്ഞു, അല്ലേ? ഈ പുറമേയുള്ള കാര്യങ്ങളല്ലാതെ കർത്താവിന് വേണ്ടി വേറെ എന്തെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ, എൻ്റെ ഈ സ്വഭാവം മാറ്റിയാൽ, എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ, ഞാൻ ഈ കാര്യം ദൈവനാമത്തിന് വേണ്ടി ചെയ്താൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയരുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം ഒന്ന് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. Perhaps it might be a good idea to examine yourself to see if you have any habits or things that takes you away from the Lord and does not contribute to your sanctification. I have rejected many things, and some of them are external, but there are also many things that I have rejected that brings me to sanctification. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദൈവദാസ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മനസ്സിന് മാറ്റമില്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ഉപേക്ഷിച്ചാലും നമ്മൾ പോകാമെന്ന് പറയുന്നതല്ലാതെ മുകളിലോട്ട് നമ്മൾ ഒരിക്കലും പോകത്തില്ല. Today, as a pastor standing here, I want to remind you that you might reject many things that are external to you, but if you do not have purity of heart, you will not attain heaven. Praise the Lord. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം, പുറമേ നമുക്ക് വിശുദ്ധി വേണം, പുറമേ നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കണം, എല്ലാം ശരിയാണ്, അല്ലേ? സന്തോഷമേ ഉള്ള കാര്യത്തിൽ. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇൻറ്റേർണൽ ബ്യൂട്ടി, ഇൻറ്റേർണൽ പ്യൂരിനെസ്, നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള നിഷ്കളങ്കത, അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് മൊത്തം പുകമറയാണ് എന്ന് നാം തിരിച്ചറിയണം.
I want to remind you that you might do many things externally to show that you are holy, but if you do not have a pure inner heart, if you do not have that innocence that Lord gives you, then everything that you do is merely hypocrisy and putting on a show. Praise the Lord. Praise the Lord. നിങ്ങൾക്ക് എന്നോട് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? I hope no one's upset with me, സത്യമാണ്, ഇതാണ് എൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്. but what I'm telling you is the truth. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. Hallelujah. എന്നോട് വിഷമമില്ലെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആർക്കും എന്നോട് വിഷമമില്ല എന്ന്. നമുക്ക് പ്രാർത്ഥിച്ച് ഞാനും നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. So let us pray and close. I do not want to hurt anyone. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ എത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കഴിഞ്ഞ 3 ആഴ്ചയിൽ ശുശ്രൂഷ നടത്തുവാൻ ദൈവം, പ്രത്യേകിച്ച് സഭായോഗം നടത്തുവാൻ കർത്താവ് കൃപ നൽകി. അടുത്ത ആഴ്ച മുതൽ ദൈവീടമെങ്കിൽ നമ്മുടെ ദൈവദാസൻ കടന്നു വരുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ. അദ്ദേഹം ശുശ്രൂഷിപ്പാൻ നമ്മുടെ ഇടയായിത്തീരും. The Lord gave me the grace to conduct the worship for the last 3 weeks.